നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കാത്തിരിപ്പുകൾക്ക് പിന്നാലെ പുത്തൻ ഉണർവ് വ്യക്തമാക്കി യുഎയിലെ വിനോദസഞ്ചാര മേഖല ഈ വർഷം ആദ്യ പാദത്തിൽ തന്നെ മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കോവിഡിന് മുൻപുള്ള കാലത്തേക്കാളും വലിയ കുതിച്ചുചാട്ടമാണ് ഈ വർഷം ആദ്യ മാസങ്ങൾ തന്നെ യുഎഇ നടത്തിയതെന്ന് യുഎഇ സംരംഭകത്വ മന്ത്രിയും വിനോദസഞ്ചാര കൗൺസിൽ ചെയർമാനുമായ ഡോക്ടർ അഹമ്മദ് ബൽഹൗൽ അൽ ഫലാസി വ്യക്തമാക്കുകയുണ്ടായി. വിനോദസഞ്ചാരികളിൽ ഏറ്റവും കൂടുതൽ പേർ വന്നിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന്. സൗദി, UK, റഷ്യ, അമേരിക്ക എന്നിങ്ങനെയാണ് തുടർന്നുള്ള രാജ്യങ്ങളുടെ സ്ഥാനം എന്നത്. വരുമാനത്തിനും ഹോട്ടൽ മുറികൾ വാടകയ്ക്ക് പോയ കാര്യത്തിൽ മികച്ച മുന്നേറ്റമാണ് ഈ വർഷം ആദ്യം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവ് അപേക്ഷിച്ച് 20% വർധന. അതോടൊപ്പം തന്നെ 11,000 കോടി ദിർഹം ഈ വർഷം ആദ്യ പാദത്തിലെ വരുമാനം. ഹോട്ടലുകളിലെ ഒക്യുപ്പൻസി നിരക്കാകട്ടെ ആഗോളതലത്തിലെ തന്നെ ഏറ്റവും ഉയർച്ച രേഖപ്പെടുത്തി 80%. മേഖലയിലും രാജ്യാന്തര തലത്തിലും യുഎഇയുടെ ഈ രംഗത്തെ മികവാണ് ഇതിലൂടെ വെളിപ്പെടുത്തുന്നതെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. വിനോദസഞ്ചാര മേഖലയിലെ കണക്കുകൾ അനുസരിച്ച് ഈ വർഷം ആദ്യ പാദത്തിൽ 60 ലക്ഷം പേരാണ് വിനോദസഞ്ചാരത്തിന് എത്തിയിരിക്കുന്നത്. ഇവർ 2.5 കോടി രാത്രികൾ ചെലവഴിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 10% വർധനവാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹോട്ടലുകളിലെ താമസത്തിന്റെ കാലയളവിലും വർധനവ് രേഖപ്പെടുത്തി. 25% വരെയാണ് ഇക്കാര്യത്തിൽ വളർച്ചാ നിരക്ക് കാണിച്ചിരിക്കുന്നത്. 3-4 രാത്രികൾ മാത്രം മുൻവർഷങ്ങളിൽ ചെലവിട്ടതിൽ നിന്ന് വ്യത്യസ്തമാണിത്. 2 ലക്ഷം ഹോട്ടൽ മുറികളും ഏതാണ്ട് പൂർണ്ണമായ തോതിൽ സജ്ജമായിട്ടുണ്ട്. ആഭ്യന്തര ടൂറിസം വളർച്ചയിലും കഴിഞ്ഞ 2 വർഷങ്ങളെ അപേക്ഷിച്ച് മാത്രമല്ല 2019 വർഷത്തെയും കടത്തിവെട്ടുന്ന പ്രകടനമാണ് ഈ വർഷം ആദ്യ പാദത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നതെന്നതും കാണുവാൻ സാധിക്കും. അടുത്ത സമയത്ത് ഏറ്റവും അധികം വിനോദസഞ്ചാരികളാകട്ടെ ആകർഷിച്ച പ്രധാന പരിപാടി എക്സ്പോ 2020 ആണ്. 2.4 കോടി ആളുകളാണ് എത്തിയത്. പിന്നീട് വേൾഡ് കൂളസ്റ്റ് വിന്റർ എന്ന പദ്ധതിയാണ് ഏറ്റവും അധികം പേരെ പ്രാദേശികമായി ആകർഷിച്ചത്. 150 കോടി ദിർഹം ഇതിലൂടെ വരുമാനം ലഭിച്ചത്. 13 ലക്ഷം പ്രാദേശിക വിനോദസഞ്ചാരികളും ഇവിടെ എത്തിയതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.